ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അങ്ങനെ ഇതാ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം രാവിലെ തന്നെ എണീറ്റ് പാട് വെള്ളം കുടിച്ച പാട് തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടേനു. കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാന്നേ. അപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ടാ ഇങ്ങനെ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പം ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ കുറേ ആയിട്ടാ ഇതുപോലത്തെ ഷോപ്പിൽ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും കാണുമ്പോൾ ഭയങ്കര പുതുമയായിട്ടെല്ലാം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കാണാൻ തന്നെ നല്ല രസമാണല്ലോ. ഗ്ലിറ്ററും പിന്നെ പേള് എല്ലാം എഡിബിളായിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നോക്കി തപ്പിപ്പിടിച്ച് അങ്ങനെ പാക്കാക്കുന്നുണ്ട്. അപ്പം എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ സ്റ്റോക്കെല്ലാം കുറേ ക്ലിയർ ആയിന്. ഇനി വേറെ പുതിയത് ഓർഡർ എടുത്ത് വരണം എന്നെല്ലാം പറഞ്ഞവർ. അങ്ങനെ 2-3 ഷോപ്പിൽ കയറിയിട്ടാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള സംഭവം വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഗ്ലൂക്കോൺ ഡി ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് പൊടി, അതുപോലത്തെ വേറൊരു സംഭവമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ല അതിൻ്റെ പൊടി ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ദോശയും ബീഫ് കറിയേനോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ മോളൊന്ന് ഒതുക്കി നിർത്തണമല്ലോ, കേക്ക് ഉണ്ടാക്കുന്ന വലിയ ടാസ്ക് ആണല്ലോ. അപ്പോൾ ഒരു ചോക്കോപ്പായി കേക്ക് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാത്രവും എല്ലാം എടുത്തു വെച്ചപ്പോൾ നേട്ടാ ഓർമ്മ വന്നത് കേക്ക് ഉണ്ടാക്കേണ്ട ആ ഒരു പാത്രം നമ്മൾ കയ്യിലില്ലാന്ന്. അപ്പോൾ നേരെ വിളിച്ച് നമ്മൾ നേരത്തെ പോയ ഷോപ്പിലേക്ക്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചോളൂ, അതിൻ്റെ പുറത്ത് നമ്പർ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് ഉപകാരപ്പെട്ടു കേട്ടോ. ആ നമ്പറിൽ വിളിച്ചിട്ട് അവരപ്പം തന്നെ ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ടായിന്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ ഷോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ 4 മുട്ടക്ക് 2 കേക്കാണ് കേട്ടോ ആക്കിയെടുക്കാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ 3 കേക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ടേനു. ഒരു കേക്കിനെ കൊണ്ട് കുറച്ച് പീസെല്ലാം കിട്ടും. ഞാൻ ഈ പാസ്ട്രി ടൈപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രസ്ലെച്ചസ് മിൽക്ക് കേക്കിന് ഒരു പാസ്ട്രി ടൈപ്പ് അങ്ങനെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അങ്ങനെ കേക്കെല്ലാം ബേക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കേക്ക് ബേക്ക് ചെയ്തവർ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഇത് ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ബിരിയാണി പോട്ടിൽ വെച്ചോണ്ട് തന്നെ ഭയങ്കര ടൈം എടുത്തിന് കേട്ടോ. 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി 2 കേക്കും ഞാൻ പിന്നെ കുക്കറിലാണ് കേട്ടോ ആക്കിയെടുത്തത്. പക്ഷെ ഇതിങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറേ ടൈം എടുക്കും, നമുക്ക് അത്രയും ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി കുക്കറിൽ അങ്ങനെ പെട്ടെന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സിറപ്പെല്ലാം ഒഴിച്ച് വെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കിയ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടൈപ്പ് കേക്ക്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും പണിയില്ല കേട്ടോ. ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും ബേക്ക് ചെയ്തെടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഈസിയാണ്. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഈ ഒരു സിറപ്പെല്ലാം വെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ആ ഒരു സമയത്ത് പിന്നെ പേരക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടേനു. ഇപ്പോൾ പേരക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അധികം പേരക്ക ജ്യൂസും പേരക്ക ഉപ്പിലിട്ടതും എല്ലാം തന്നെയാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ട 2 മുട്ടക്കാണെന്ന് കണ്ടാൽ പറയൂല കേട്ടോ, അത്രയും നല്ല പഫി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പേരക്ക പറിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പേരക്ക ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് ഒരു കൊലഹോടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അധികം ഇങ്ങനെ കാക്കയോ പക്ഷികളോ എല്ലാം കൊത്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കവർ ചെയ്ത് വെക്കലാണ് കേട്ടോ. അധികം ഇങ്ങനെ കൊത്തിയിട്ട് കേടാവലും ഉണ്ട്. പിന്നെ അതുകൊണ്ട് അധികം പച്ച തന്നെ അങ്ങനെ പറിച്ചു വെക്കലാണ്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് പഴുത്ത തന്നെ ഇങ്ങനെ ഒരു സെറ്റ് പോലെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഇങ്ങനെ കാണില്ല കേട്ടാ. ഒന്ന് അവിടെ ഇവിടെ ലൈറ്റ് ഓരോന്നോരോന്നല്ലായിട്ടാണ് അധികം ഉണ്ടാവല്. ഇതിങ്ങനെ ഒരു കൊലയിൽ തന്നെ 5-6 എണ്ണം ഒരുമിച്ചിട്ട് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ എൻ്റെ വ്ലോഗ് കണ്ടവർക്ക് പേരക്ക കണ്ടു മടുത്തിട്ടുണ്ടാവും അല്ലേ. സാരില്ല, പേരക്ക തീരുന്നവരെ ഞാനിങ്ങനെ വ്ലോഗിൽ ചിലപ്പോൾ ഇട്ടുകൊണ്ടേ നിൽക്കും. അങ്ങനെ ഇതാ നമ്മൾ പേരക്കെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മരുഭാവാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ സമൂസെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ആ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങിയത്. ഇതിന് പിന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ സീനില്ല. നമുക്ക് മരുവ് കഴിഞ്ഞിട്ടാണ് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പം 3 കേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. ആ ഒരു ദിവസം മൊത്തം എൻ്റെ പണിയെന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കൽ തന്നെയായിരുന്നു.
പിന്നെ നോർമൽ കേക്ക് പോലെ അത്രയധികം ഡെക്കറേഷനും മുഞ്ചാക്കേണ്ട പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കുറച്ചൊരു ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെല്ലാം ഇങ്ങനെ പുഡിങ്ങിന്റെ കൂടെ ഈ ഒരു ടൈപ്പ് കേക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ലുക്കും ആയിരിക്കും. കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കുറേ ആയി കേക്ക് ഉണ്ടാക്കാത്തത്. ഒന്നാമത് കേക്ക് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ ടൈം വേണമല്ലോ. അപ്പൊ മോളുള്ളതുകൊണ്ട് തന്നെ മോള് ചിലപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ പോയാൽ വിപ്പിംഗ് ക്രീം എല്ലാം ആക്കി വെച്ചതെല്ലാം മെൽട്ടായി പോവും. അങ്ങനെയെല്ലാം പ്രശ്നം വരും കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയില്ല, കുറച്ച് അടങ്ങി നിന്നുകൊണ്ട് വിപ്പിംഗ് ക്രീമെല്ലാം നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരിക്കൽ ഞാൻ കേക്ക് ആക്കിയപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാം അലിഞ്ഞ് കേക്കെല്ലാം ആകെ ഫ്ലോപ്പായി പോയിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ കേക്ക് ആക്കേണ്ട ആ ഒരു മൂടേ പോയിട്ടുണ്ടേനു. അങ്ങനെ ഇതാ കേക്കെല്ലാം ആക്കി 3 കേക്കും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ക്ലിപ്സ് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അനിയത്തി എടുത്തു തന്നെയാണ് കേട്ടോ. അങ്ങനെ ടോപ്പിങ്ങിൽ മാത്രമേ വിപ്പിംഗ് ക്രീം വേണ്ട, അതുകൊണ്ട് ഇതിന് വിപ്പിംഗ് ക്രീമും അധികമായിട്ട് വേണ്ട. അങ്ങനെ ഇതാ വിപ്പിംഗ് ക്രീം എല്ലാം സെറ്റാക്കി സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്താൽ കുറച്ചും കൂടി നീറ്റാവും. പിന്നെ സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് വെറുതെ കേക്കിന്റെ എണ്ണം കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കട്ട് ചെയ്യാത്തത്. 3 കേക്കായിട്ട് തന്നെ 16, 17 അങ്ങനെ എത്രയോ 16 പീസാ മറ്റേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സൈഡും കൂടി കട്ട് ചെയ്താൽ പിന്നെ നന്ന കുറഞ്ഞു പോവല്ലോ. പിന്നെ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ ഇതാ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കേക്കിന് 8 പീസാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പൊ ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ടാക്കിയിട്ടുണ്ടായത്. ഒരു സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി അധികം പീസ് കിട്ടും. പിന്നെ വണ്ടിയിൽ കൊണ്ടുപോകേണ്ടതല്ലേ, അപ്പം പിന്നെ എന്തെങ്കിലും ഡാമേജ് പറ്റണ്ട നന്ന ചെറിയ പീസാക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഈ ഒരു വെട്ട് കത്തി ഇതിന് 4-5 കൊല്ലത്തെ പഴക്കമുണ്ട് ഗൈസ്. കുറേ ആയി വാങ്ങിച്ചിട്ട് ഇതുവരെ അതിന് മൂർച്ചയോ ഒന്നും പോയിട്ടുണ്ടായിട്ടില്ല. നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ. ആ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ടൈം ഇങ്ങനെ കത്തി, സ്പാച്ചുല എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേനു. ആ ഒരു ടൈമിലാണ് കേക്കും ഇടയ്ക്കിടയ്ക്ക് ആക്കല് തിന്നല് തന്നെയായിരുന്നു കേട്ടോ. ആ പണി പിന്നെ ഇപ്പാണ് അങ്ങനെ ആക്കാനൊന്നും ഇറങ്ങാത്തത്. കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര പണിയല്ലേ അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്കിന്റെ ക്രീം എന്ന് പറയുന്നത് കുറച്ചൊരു ഓയിലി ടെക്സ്ചർ ആയിരിക്കുമല്ലോ. അപ്പൊ അത് ക്ലീൻ ആക്കൽ ഭയങ്കര പണിയാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ്. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കിയ ആ ഒരു സംഭവങ്ങൾ ക്ലീൻ ആക്കൽ ഭയങ്കര മടിയുള്ള പരിപാടിയാണ്. പക്ഷെ ഇതിന് അത്ര അധികം നോസിലിന്റെയും ബാക്കി സംഭവങ്ങൾ സ്പാച്ചുലന്റെയും ഒന്നും അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ കാര്യമായിട്ട് വൃത്തികേടൊന്നും ആയിട്ടില്ല. പിന്നെ ചെറിയ ഇതെല്ലാം അപ്പാടെ ക്ലീൻ ആക്കിയോണ്ട് തന്നെ ക്ലീൻ ആക്കേണ്ട പണികളൊന്നും അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ വെച്ച് പിന്നെ ഒരു ചെറിയും വെച്ച് പിന്നെ നല്ല സ്വർണം പോലത്തെ ഒരു ഫോയില് ഇപ്പോൾ കേക്കിന്റെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടത്, ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം. അപ്പൊ അതെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡി ആകുമ്പോഴത്തേക്കന്നെ ഓൾമോസ്റ്റ് കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ ഇട്ടിട്ടെനിക്കൊട്ടും കംഫർട്ട് തോന്നുന്നില്ല. ഭയങ്കരം ഒരു ഷേപ്പ് പോലെ ഭയങ്കരം ഒരു ടൈറ്റ് ഫിറ്റ് പോലെ തോന്നിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇട്ടിട്ടൊരു കംഫർട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ചേഞ്ച് ആക്കും കേട്ടോ. ആ ഒരു ഡ്രസ്സ് ഇടണമെന്ന് ആദ്യം വിചാരിച്ചിനു. പിന്നെ ഇട്ട് നോക്കിയിട്ട് ഉണ്ടായിട്ടില്ല. ഇട്ട ടൈമാണ് ഭയങ്കരം ടൈറ്റ് പോലെ തോന്നിയിട്ട് അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആക്കി. പിന്നെ ഇതാ നമ്മള് എൻഗേജ്മെന്റിന്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. മോളെ കൂട്ടിയിട്ടുണ്ടായിട്ടില്ല, പെട്ടെന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന്. പിന്നെ മോളെയും കൂടി കൂട്ടിപ്പോയി കഴിഞ്ഞാല് പിന്നെ ഭയങ്കരം ഇങ്ങനെ ബേക്കുന്ന ഓടലും അതന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് പണി. പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബിരിയാണിയും നെയ്പ്പത്തിലും കറിയും പീസും എല്ലാം കൂടി അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബൈ.